9ാം ക്ലാസ് സോഷ്യൽ സയൻസ് 2 പാർട്ട് 1 ഒന്നാമത്തെ അധ്യായം സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് സർവവും സൂര്യനാൽ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിൽ തന്നിരിക്കുന്ന പാഠഭാഗം ആനിമേഷൻ സഹായത്തോടെ വിശദീകരിച്ചിരിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ടും മൂന്നാം ഭാഗത്തിൽ മലയാളം മീഡിയത്തിൻ്റെ നോട്ടും കൊടുത്തിരിക്കുന്നു. ഈ ലോക ഭൂപടത്തിൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള കുറച്ച് പ്രദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളെ ഒഴുക്കൻ വരകൾ ഉപയോഗിച്ചുകൊണ്ട് സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇമാജിനറി ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ഇമാജിനറി ലൈൻസിന് പറയുന്ന പേരാണ് സമതാപരേഖകൾ, ഐസോതേംസ്. എന്താണ് സമതാപരേഖകൾ? ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു. ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതേംസ്. ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ മാപ്സ്. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും താപവിതരണം ഒരുപോലെയല്ല. ടെമ്പറേച്ചർ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ എർത്ത് സർഫസ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. അക്ഷാംശ സ്ഥാനം ലാറ്റിറ്റ്യൂഡ്, ഉയരം ഓൾട്ടിറ്റ്യൂഡ്, സമുദ്ര സാമീപ്യം നിയർനെസ് ഓഫ് ഓഷ്യൻ, കാറ്റുകൾ വിൻഡ്സ്. ഇത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അക്ഷാംശ സ്ഥാനം ലാറ്റിറ്റ്യൂഡ്. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. ട്രോപ്പിക്കൽ റീജൻ, ഭൂമധ്യരേഖാ പ്രദേശം. മിതോഷ്ണ മേഖലയിലും ശൈത്യമേഖലയിലും സൗരോർജത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉഷ്ണമേഖലയിൽ നിന്നും മിതോഷ്ണ മേഖലയിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് ശൈത്യമേഖലയിലേക്ക് പോകുമ്പോഴും സൗരോർജത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് ഉഷ്ണമേഖലയിൽ സൗരോർജം കൂടുതൽ ലഭിക്കുന്നത്? ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായാണ് പതിക്കുന്നത്. എന്നാൽ ധ്രുവങ്ങളോടടുക്കും തോറും അപ്രോച്ചിങ് ദ പോൾസ് സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നു. The angle of incidence of sun's rays becomes more inclined on approaching the poles. കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാലാണ് ഊർജ്ജനഷ്ടം സംഭവിക്കുന്നത്. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ്, സൂര്യരശ്മികളുടെ പതനകോൺ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ്? സൂര്യരശ്മിയുടെ പതനകോൺ. സൂര്യരശ്മികൾ ഭൂമിയുടെ പ്രതലത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ, ആംഗിൾ, അതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് സൺസ് റൈസ് അല്ലെങ്കിൽ പതനകോൺ എന്ന് പറയുന്നത്. ഇക്വേറ്ററിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ സൂര്യപ്രകാശം ലംബമായി വെർട്ടിക്കലായി പതിക്കുന്ന സമയത്ത് ആ പ്രദേശത്തിൽ സൂര്യരശ്മി ക്രിയേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി കോണളവാണ്. എന്നാൽ പോളാർ റീജിയനിലേക്ക്, ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യരശ്മി അവിടെയുള്ള ഭൗമോപരിതലത്തിന് സമാന്തരമായി പതിക്കുകയും പാരലായി പതിക്കുകയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയും ആയിരിക്കും. 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോണുള്ള സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കാരണം ഒരു ചെറിയ പ്രദേശത്ത് സൗരോർജം കേന്ദ്രീകരിക്കപ്പെടുകയും തീവ്രത കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ആംഗിൾ കുറയുകയും കോണളവ് കുറയുകയും സൂര്യപ്രകാശം ഭൗമ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ചരിഞ്ഞു പതിക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ സോളാർ എനർജി ചിതറപ്പെടുകയും അതിൻ്റെ തീവ്രത കുറയുകയും ചെയ്യുന്നു. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ 90 ഡിഗ്രി ആയാൽ സൗരോർജ തീവ്രത കൂടുതലും ധ്രുവങ്ങളിലേക്ക് പതനകോൺ കുറഞ്ഞു വരുമ്പോൾ സൗരോർജം ചരിഞ്ഞ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ പ്രദേശത്ത് ചിതറപ്പെടുകയും സൗരോർജ തീവ്രത കുറയുകയും ചെയ്യും. സൈനിൻ്റെ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് സൗരോർജത്തിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കണ്ടുപിടിക്കാൻ സാധിക്കും. സൈൻ 90ൽ 100%,
sin 0-ൽ 0% സൗരോർജ്ജത്തിൻ്റെ ലഭ്യത. ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ സൗരോർജ്ജ തീവ്രത കൂടുതലും ധ്രുവങ്ങളിൽ ഊർജ്ജനഷ്ടം കാരണം കുറവുമായിരിക്കും. ഉയരം ഓൾട്ടിറ്റ്യൂഡ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. ഈ പ്രക്രിയയുടെ പേര് നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. ക്രമമായ താപനഷ്ട നിരക്ക് നോർമൽ ലാപ്സ് റേറ്റ് പരിചയപ്പെടാനായി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. 1650 മീറ്റർ ഉയരത്തിൽ താപനിലയിലുണ്ടാകുന്ന ക്രമമായ താപനഷ്ട നിരക്ക് നമുക്കൊന്ന് കാണാം. സമുദ്ര സാമീപ്യം, നിയർനെസ് ഓഫ് ഓഷ്യൻ. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അതിന് കാരണം എന്താണ്? കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകും. അതുകൊണ്ട് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നു. ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദ സീ. This is because the heating of land causes wind to blow from sea to land and cooling of land causes wind to blow from land to sea. അപ്പോൾ കേരളത്തിൽ പൊതുവെ മിതമായ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ. കേരളം സമുദ്രതീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കാറ്റുകൾ, വിൻഡ്സ്. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും, വാം ആൻഡ് കോൾഡ് വിൻഡ്സ്, അന്തരീക്ഷ താപനിലയെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. ഉഷ്ണക്കാറ്റ് വീശുമ്പോൾ ആ പ്രദേശത്തിൽ താപനില ഉയരും. ശീതക്കാറ്റ്, കോൾഡ് വിൻഡ്സ് വീശുമ്പോൾ എന്ത് സംഭവിക്കും? താപനില കുറയും. ആഗോള താപവിതരണം, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗത്ത് സമതാപരേഖകൾ, ഐസോതേംസ്, ബെൻഡിങ് ആണ്, വളഞ്ഞാണ് കാണപ്പെടുന്നത്. അതിന് കാരണം ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നതാണ് ഇതിന് കാരണം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ സമുദ്രഭാഗമായതിനാൽ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സമതാപരേഖകൾ ഏറെക്കുറെ മധ്യരേഖയ്ക്ക് സമാന്തരമായാണ് കാണപ്പെടുന്നത്. ഐസോതേംസ് ആർ സീൻ പാരലൽ ടു ദ ഇക്വേറ്റർ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. വാട്ട് ആർ ഐസോതേംസ്? ദി ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതേംസ്. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. Temperature is not equal on the Earth's surface. It varies from place to place. What is thermal equator? Thermal equator is an imaginary line connecting the places having the highest temperature on the Earth. These isothems, which are almost parallel to the equator, is called thermal equator. List the factors influencing the distribution of temperature. Latitude. The sunlight is most intense in the tropical region because this region receives more energy as the sun's rays are almost vertical here. There is more energy loss on the poles as the inclined sun rays travel more through the atmosphere. Altitude. As altitude increases, the temperature in the troposphere decreases at a rate of 1 degree Celsius per 165 meter of altitude. This process is known as normal lapse rate. എന്തുകൊണ്ടാണ് 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നതെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദ തിന്നർ എയർ പ്രസൻറ്റ് അറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് ദി എനർജി ലോസ് ഓഫ് ദ അപ്വാർഡ് മൂവിംഗ് എയർ. The temperature is comparatively low at places situated much above the sea level. അടുത്തതൊരു കണക്കാണ്. Calculate the approximate temperature at the place marked A in the diagram
assuming the sea level temperature as 30 degrees Celsius. Temperature at the sea level, it is given as 30 degrees Celsius. Normal lapse rate 1 degree Celsius per 165 meter. Height of A is given as 1650 meter. Decreasing temperature due to normal lapse rate. Divide 1650 by 165. That means 10 degrees Celsius. Temperature at A 30 degrees Celsius minus 10 degrees Celsius. Answer is 20 degrees Celsius. Another question. The temperature experienced in places like Idukki and Wayanad is lower than that of neighboring districts of Ernakulam and Kozhikode respectively. Why? Due to normal lapse rate, the temperature is low at places situated much above sea level. The height of Idukki and Wayanad is more than that of Ernakulam and Kozhikode. Nearness to ocean. The places close to the ocean experience low temperature than the places away from the sea. The places near sea experience moderate temperature because the heating of land causes wind to blow from sea to land and cooling of land causes wind to blow from land to sea. Generally, Kerala experiences moderate temperature. Why? Kerala lies closer to the sea. It experiences moderate temperature as there is movement of air always, as the heating of land causes wind to blow from sea to land and cooling of land causes wind to blow from land to sea. Winds. The presence of wind changes the temperature considerably. The warm wind raises the temperature while cold wind lowers the temperature. When the temperature increases, the hot air expands and rises. The cold air from the surrounding regions blows into the place and changes the temperature. Example, land breeze and sea breeze, mountain breeze and valley breeze. Global distribution of temperature. Isothemes in southern hemisphere are almost parallel to the equator compared to those in the northern hemisphere. Why? The bending is due to the differential heating of land and water. There is more land area in the northern hemisphere and the presence of sea amidst these areas cause temperature differences and thus the isothemes are seen bent. There is high temperature over the land during summer and the sea experiences much lower temperature and thus the isothemes are seen bent. There is more oceanic area in the southern hemisphere and during summer these areas experiences same temperature all over the ocean. So the isothemes are almost parallel to the equator. The weather maps for summer and winter seasons, the isothemes behave differently. Why? During summer, high temperature prevails over land compared to the sea, and during winter, the condition is reversed. So the isothemes of winter and summer behave differently. What is the result of the fluctuations in the atmospheric temperature? It leads to the atmospheric phenomena like pressure variations, wind, cloud, and precipitation. ഇനി നമുക്ക് മലയാളം മീഡിയം ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. സമതാപരേഖകൾ എന്നാലെന്ത്? ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമതാപരേഖകളെന്ന് വിളിക്കുന്നു. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? അക്ഷാംശ സ്ഥാനം. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. കാരണം സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായാണ് ഇവിടെ പതിക്കുന്നത്. അതിനാൽ കൂടുതൽ ഊർജം ലഭിക്കുന്നു. ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നു. അപ്പോൾ
കൂടുതൽ ദൂരം സൂര്യരശ്മികൾ സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുകയും താപം കുറയുകയും ചെയ്യുന്നു. ഉയരം. ക്രമമായ താപനഷ്ട നിരക്ക് കാരണം. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക്? ട്രോപ്പോസ്ഫിയറിലെ താപനില ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയുന്ന പ്രക്രിയ. ക്രമമായ താപനഷ്ട നിരക്ക് കാരണം ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. ഒരു ചോദ്യം പരിചയപ്പെടാം. സമുദ്രനിരപ്പിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കെ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തെ താപനില എത്രയായിരിക്കും? സമുദ്രനിരപ്പിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. സ്ഥലത്തിൻ്റെ ഉയരം 1650 മീറ്റർ. ക്രമമായ താപനഷ്ട നിരക്ക് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് താപം കുറയുന്നു. ക്രമമായ താപനഷ്ട നിരക്ക് കാരണം കുറവ് വരുന്ന താപത്തിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? 1650നെ 165 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് ആൻസർ കിട്ടും. എയിലെ താപം 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 10 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക, 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് ലഭിക്കും. ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സമീപ ജില്ലകളായ എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇടുക്കിയും വയനാടും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രമമായ താപനഷ്ടം കാരണം ഉയരം കൂടുന്തോറും താപം കുറയും. അതുകൊണ്ടാണ് ഇടുക്കിയിലും വയനാടിലും സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളത്തെയും കോഴിക്കോടിനേക്കാൾ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. സമുദ്ര സാമീപ്യം. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ കരയിൽ നിന്ന് കടലിലേക്കും വായുവിൻ്റെ നീക്കം ഉണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. കേരളത്തിൽ പൊതുവെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? കേരളം സമുദ്രതീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരയിലും കടലിലും വായുവിൻ്റെ നീക്കമുള്ളതിനാൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. കാറ്റുകൾ. കാറ്റുകളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കുന്നു. ഉഷ്ണക്കാറ്റ് ഒരു പ്രദേശത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കുമ്പോൾ ശീതക്കാറ്റ് താപനില ഗണ്യമായി കുറയ്ക്കുന്നു. താപം കൂടുമ്പോൾ ചൂടാകുന്ന വായു ഉയരുകയും അവിടേക്ക് തണുത്ത വായു വീശുകയും ചെയ്യുന്നു. ഉദാഹരണം കരക്കാറ്റ്, കടൽക്കാറ്റ്, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ്. ആഗോള താപവിതരണം. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്. കാരണമെന്ത്? ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതൽ കരഭാഗവും ഇടവിട്ട് കടൽ ഭാഗവുമാണ്. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നതിനാൽ സമതാപരേഖകൾ ഇവിടെ കൂടുതൽ വളഞ്ഞു കാണപ്പെടുന്നു. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ കടൽ ഭാഗം കൂടുതലായതിനാൽ താപം ഭൂമധ്യരേഖയിലെ പോലെ ഏറെക്കുറെ സ്ഥിരമായിരിക്കും. അതുകൊണ്ട് സമതാപരേഖകളും ഏറെക്കുറെ സമാന്തരങ്ങളായിരിക്കും. ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കാലാവസ്ഥാ ഭൂപടങ്ങളിൽ സമതാപരേഖകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നു. എന്തുകൊണ്ട്? ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നതിനാലാണ് ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കാലാവസ്ഥാ ഭൂപടങ്ങളിൽ സമതാപരേഖകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നത്. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെ ഫലം എന്താണ്? അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു.